അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാനിവിടെ ഉണ്ടല്ലോ. റോയിച്ചിനെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ആ അത് ശരിയാ. അതാവുമ്പോ എനിക്ക് ബുദ്ധിമുട്ടും ആവും, നിനക്ക് നല്ല പണി കിട്ടുകയും ചെയ്യും. വിനീതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അനിയനായതുകൊണ്ട് ഞാൻ പറയല്ല. ഇത്രയും കുരുട്ടുബുദ്ധിയുള്ള ഒരെണ്ണം കൂടി ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ എന്നേ ഈ ലോകം അവസാനിച്ചെന്നറിയോ? റോയിച്ച പുതിയതായിട്ട് പറഞ്ഞ ആളോട് ഇങ്ങനെയാണോ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്? പിന്നല്ലാതെ പടക്കം എന്തിനാന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാനുള്ളതെന്ന് പറയണോ അത് തിന്നാനുള്ളതെന്ന് പറയണോ? അല്ല, നിങ്ങൾ ചേട്ടാനിമാര് വെറുതെ എന്റെ പേരിൽ ബഹളം ഉണ്ടാക്കണ്ട. ജോലിയൊക്കെ ഞാൻ അറിഞ്ഞു ചെയ്തോളാം. എന്നാ നടക്കട്ടെ. ശരി. അങ്ങേര് പറഞ്ഞത് കൂടാതെ എനിക്കിരുത് പറയാനുണ്ട്. ഇവിടെ വേറൊരുത്തനുണ്ട്, സുനിൽ. ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി നടന്നിട്ട് അത് റോയിച്ചിനോട് പറഞ്ഞു കൊടുക്കല അവന്റെ പരിപാടി. അതുകൊണ്ട് അവന് ഞാൻ സ്ഥിരം പണി കൊടുക്കാറുണ്ട്. ഇനി നീ എങ്ങനെയാ, എനിക്ക് പാരയാവോ? ടോണിയുടെ രഹസ്യം റോയിച്ചിനോടും റോയിച്ചിന്റെ രഹസ്യം ടോണിയോടും പിന്നെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും ഞാൻ പറയില്ല. കാരണം എന്തോ അതെനിക്ക് ഇഷ്ടല്ല. അതുകൊണ്ട് മാത്രം നിന്നെ എനിക്കിഷ്ടായി. അല്ല, ഇവിടെ വേറെ ആരും എന്താ എത്താത്തെ? മറ്റേ വൃത്തിയേട്ടവൻ 2 ദിവസത്തേക്ക് ലീവില്ല. ഇവരെന്താ സാറയുടെ കാര്യം പറയത്ത്? മെല്ലെ ചോദിക്കാം, വെറുതെ ഹെഡ് ചെയ്യണ്ട. എന്താ ഫോണിൽ വല്ലതും കുടുങ്ങിയോ? അല്ല വല്ല ചില്ലറ പൈസയോ മറ്റോ? കുറച്ചു മുമ്പ് ഒരു കോള് വന്നില്ല, അതിങ്ങോട്ട് പുറത്തേക്ക് വന്നില്ല. അത് നോക്കിയതാ. എന്തേ? ഒന്നുമില്ല. പോയി വല്ല പണി നോക്കടേ, വെറുതെ കുശലം അന്വേഷിക്കായിരിക്കുന്നു. നിനക്ക് ഞാൻ വെച്ചണ്ടാ തീർന്നാ പണി. എടാ, സാറ ഇതുവരെ വന്നിട്ടില്ല. അവളുടെ കാര്യമൊട്ട് ഇവരാരും പറയുന്നുമില്ല. നീ ഒന്ന് സമാധാനപ്പെടാ. ഏതായാലും നീ അവളെ കേറി പറ്റിയില്ലേ, അവള് വരും. ആറോളം കാത്തില്ലേ, പിന്നെ അല്ലേ വേറോളം. അല്ല മതി മതി, ഇയാള് കൂടുതൽ പഴഞ്ചൊല്ലൊന്നും എന്നെ പഠിപ്പിക്കണ്ട. എടാ, അവളെ ആദ്യമായിട്ട് മുട്ടാൻ വല്ല വഴിയുണ്ടെങ്കിൽ പറ. വഴിയല്ലേ, കേട്ടോ. ആദ്യം നീ അവളെ കാണുമ്പോൾ അവളുടെ പാദത്തിലേക്ക് നോക്കുക. ശേഷം മെല്ലെ മുകളിലോട്ട്. അയ്യോ ഡേ, ഫോൺ കട്ടി. എൻ്റെ മൂടാകെ പോയി. ഞാൻ പിന്നെ വിളിക്കാം. എന്താ മാഡം വേണ്ടത്? ടോണീനെ വേണം. ടോണി? ഓ, ദേ ആരോ ടോണീനെ ചോദിച്ചു വന്നിരിക്കുന്നു. ദേ വന്നു. ഇപ്പൊ വരൂ കേട്ടോ. എന്താടാ? കർത്താവേ, ആണയും കുറിച്ചു. നിക്കടാ അവിടെ. ഇതുപോലെയാ സാർ എന്റെ കൂടെ ഒന്ന് ഓടിക്കളിച്ചിരുന്നു. എന്താ ആലോചിക്കുന്നത്? അല്ല, സാജനിപ്പ ഞാൻ തന്നിരിക്കുന്ന ഒരു അവസരമാണല്ലോ, അതിടയ്ക്ക് മറക്കുന്നുണ്ടോന്നൊരു ഡൗട്ട്. എന്താ അപ്പൊ അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യം? അല്ല, ആ ഡൗട്ടിന്റെ അല്ല, അതെന്റെ ഒരു ആവശ്യമാണ്. ഇത് തമാശയല്ലേ? ഏത്? അല്ല, ഈ പറഞ്ഞത്. അതെ. സമാധാനമായി. എനിക്ക് ആദ്യം കേട്ടപ്പോഴേ ചിരി വന്നാ. പിന്നെ പാറു പറഞ്ഞത് തമാശയല്ല, സീരിയസ് ആണെങ്കിൽ പിന്നെ ചിരിച്ചാ വേറെ പ്രശ്നമാവണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണേ. എന്ത് കോമഡിയാണ്. ഡൗട്ടിന്റെ അല്ല, എന്റെ ആവശ്യമാണെന്നേ. താങ്ക് യു സാജൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പാറു, നിന്നെയല്ലാതെ ഞാൻ മറ്റാരെയാ മനസ്സിലാക്ക? ആ, പറഞ്ഞ മാറ്റർ മാറിപ്പോയി. നീ ഇതിടയ്ക്ക് മറക്കുന്നുണ്ട്. പറു, എനിക്ക് എത്രയും പെട്ടെന്ന് ആ തെറ്റിത്തിരുത്തണം. ഗുഡ്. ഈ ഒരു മെന്റാലിറ്റിയാണ് സാജൻ എല്ലാ ആണുങ്ങൾക്കും വേണ്ടത്. ഭാര്യ അനുസരിച്ചും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തും ജീവിക്കുന്നവർക്കേ ജീവിതമുള്ളൂ. അറിയാം പാറു. ഒരു കാര്യം കൂടി ഉണ്ട്. കല്യാണം കഴിക്കാൻ നേരത്ത് നീ എന്നെ കിട്ടുകയാണെന്ന് വിചാരിച്ചാൽ മതി. എന്തേ? ആ, കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിന്റെ ഈ അവസരം പ്രശ്നം കൂടാതെ ഒന്ന് കടക്കണം. അല്ല, എത്ര നാളത്തേക്കാ ഈ അവസരകാല പരിധി? 3 weeks. ഓക്കെ, എഗ്രീഡ്. ആ ദേവേട്ടന്റെ വല്ല ഡിസ്റ്റർബൻസ് ഇപ്പൊ ഉണ്ടോ? അത് സാജൻ വറി ചെയ്യണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ ഇത്ര നന്നായി ഞാൻ ഒരുങ്ങിയൊക്കെ പോകുമ്പോ ആരൊന്ന് പതറിപ്പോവും. പ്രായമുള്ള മനുഷ്യനല്ലേ, ജസ്റ്റ് ലീവ് ഇറ്റ്. പാറു പറഞ്ഞ പിന്നെ എനിക്കെന്താ, പോട്ടെ.
നാശം. കോഫി ഷോപ്പ് പൂട്ടിച്ചടങ്ങുമെന്ന് പറഞ്ഞാണ് തോന്നുന്നു ഇപ്പ്. ആഹാ ഇവിടെ ഇങ്ങനെ കുന്തം വീഴിഞ്ഞ പോലെ നിന്നാലേ പെട്ടിയിൽ കാശ് വീഴില്ല. ഇങ്ങോട്ട് വന്നേ വാ. കൊച്ചേ, വിട്. ഉപദ്രവിക്കാ, വിട്. ഇവിടെ നിന്നിട്ട് മര്യാദക്ക് ഞാൻ തരുന്ന ഓർഡർ മേക്ക് ചെയ്തോളണം. ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ മുഴുവൻ കുളം തോണ്ടിട്ടേ പോവുള്ളൂ. എന്താ വേണ്ട പറ. ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്താ? അല്ല, ഞാൻ മേക്ക് ചെയ്തോളാം. ഗുഡ് ബൈ. അങ്ങനെ വഴിക്ക് വാ. എന്തെന്ന് വഴിക്ക് വിടാനാ? അത് നീ സൗകര്യം പോലെ എങ്ങനെയാ വെച്ചാൽ വീണാ മതി. അപ്പൊ ഓർഡർ 2 കപ്പുച്ചിനോ, 2 ബ്ലാക്ക് ടീ, 1 ബ്ലാക്ക് ഫോറസ്റ്റ്. വേഗം വേണം. തരാടി നിനക്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ്. ഒരു പണി ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. ആഹാ ഇവിടെ പേര് മാറ്റിക്കൊണ്ടിരിക്കുക. ആ സ്പെഷ്യൽ കോഫി എടുത്തില്ലേ? അതത്ര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് നീ തന്നെ അങ്ങ് മേക്ക് ചെയ്താൽ മതി. അതിനെന്താ, ഞാനതിൻ്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ. അല്ല സാറ ഇന്ന് വരുന്നില്ലേ ടോണി? എന്ത്? അല്ല സാറ. നീ ആള് കൊള്ളാലോ. നിനക്ക് അവളുടെ പേരൊക്കെ എങ്ങനെ അറിയാം? കുറച്ച് നാളായിട്ട് എനിക്ക് ആ പേര് മാത്രമേ അറിയുള്ളൂ. എന്താ 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 പറഞ്ഞ? അല്ല മനസ്സിൽ അറിയാതെ. അത് മനസ്സിലായി. മനസ്സിലുള്ളത് അറിയാതെ പറഞ്ഞു പോയതാണ്. പറ പറ. ഇല്ലെങ്കിൽ ഇന്ന് എന്റെ ഇവിടുത്തെ അവസാനത്തെ ദിവസം. അല്ല ടോണി ഞാൻ തപ്പണ്ട, പറഞ്ഞോ. ഇനി ഒരു രക്ഷയില്ല മോൻ. ആരോടെങ്കിലും പറയൂ. ഇല്ല. എനിക്ക് നിങ്ങളുടെ സാറിനെ കല്യാണം കഴിക്കാൻ സമ്മതം. എങ്ങനെ? അതെ ഞാൻ പറഞ്ഞ സത്യ. എനിക്ക് ആ കുട്ടി ഇഷ്ടം. ഹോ, എന്ത് ത്യാഗാടാണ് ചെയ്യുന്നത്. ആര് ചെയ്യൂടെ ഇതൊക്കെ? എന്താ ആ കുട്ടിക്ക് വല്ല മാറാരോഗം ഉണ്ടോ? ഉണ്ട്. പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ. ക്യാൻസറോ അതോ ബ്രെയിൻ ട്യൂമറോ? രണ്ടുമല്ല. ഇതുവരെ ആരാലും സ്നേഹിക്കപ്പെടാത്തൊരു മനസ്സാ കുട്ടിയുടെ. കൊടുക്കോടാ. അവൾക്ക് സ്നേഹം ഈ വിനു വാരി കോരിക്കൊടുക്കും. വിനുവാ? അതാര്? എന്നെ ആരും കൊഞ്ചിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്നെ കൊഞ്ചിക്കാനിട്ട പേരാ വിനു. തന്നെത്താനാണോ കൊച്ചിക്കാറ്? അതെ, ഒന്ന് കൊഞ്ചിക്കാൻ ഇല്ലാത്തവൻ്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയിപ്പോ പ്രശ്നമില്ലല്ലോ. തന്നെത്താൻ കൊഞ്ചിച്ചിട്ട് അതെന്നുണ്ട് ആ സ്നേഹം അവ കൂടി കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് അവളെ എനിക്ക് കിട്ടിച്ചതാ. എൻ്റെ അമ്മച്ചിയാണ് സത്യം. ഞാൻ അവളെ സ്നേഹിച്ചു കൊന്നോളാം. ഭായ്, ഇതെൻ്റെ വാക്ക്. വിശ്വാസമായടാ. ടോണി കരുതിയത് ഈ ഭൂമിയിൽ ആണായി പിറന്നവൻ ഞാൻ മാത്രമാണെന്ന്. അല്ല, കുറേ പേര് എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരാണാ. ഉശിരുള്ള, ഉള്ളിൽ സ്നേഹം നിറച്ച, തൊട്ടാവാടിയവരാണ്. ടോണി, താങ്കളൊരു മുതലാളി കുഞ്ഞല്ല, മറിച്ച് സന്തോഷം കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിന് പകരമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബുദ്ധിയുണ്ടെങ്കിൽ ബുദ്ധിപരമായ ഒരു ഉപദേശം. ബുദ്ധിയുണ്ട്, ഉപദേശം ഫ്രീ. കാര്യം പറ. ദേ ആ ഓടിക്കളിക്കണ പ്രാർത്ഥന കണ്ടോ? ചിഞ്ചു. അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി തരാനുള്ള ഒരു ഐഡിയ പറഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ നിന്റെ സാറേടെ കല്യാണം. മതി, ഏറ്റു. ബുദ്ധി ഞാൻ തന്നെ പറഞ്ഞുതരാം. പക്ഷേ കുറച്ചൊന്ന് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു സമയം വേണം. സമയമല്ലേ? എടുത്തോ, ഐഡിയ പറഞ്ഞാൽ മതി. പക്ഷെ ഒന്നുണ്ട്, ആ ഐഡിയ കൊണ്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഇവിടെ ചേഞ്ച് ആയി പോണം. പോകും, പോയിരിക്കും. വിനീത പറയുന്ന കൊടുക്കുക. ഡീൽ. ഡീൽ. ഓക്കെ.